വേഗതയെ സ്നേഹിച്ച് മരണത്തിലേക്ക് വേഗത്തിൽ കുതിച്ച അമേരിക്കൻ നടൻ പോൾ വാക്കറുടെ 11ാം ചരമവാർഷികമാണ് ഇന്ന്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് താരം പോൾ വാക്കറുടെ വിയോഗം ഇന്നും ആ നടൻ തീർത്ത ശൂന്യതയുടെ ആഴം ഓർമ്മിപ്പിക്കുന്നു. പോൾ വാക്കർ, നിന്നെ എങ്ങനെ ഞങ്ങൾ മറക്കും? വേഗത എന്നെ മരണത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ടാകും മരണത്തെ വരിക്കുക. ആ വാക്കുകൾ അറം പറ്റിയതുപോലെ തന്നെ സംഭവിച്ചു. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ശനിയാഴ്ച ദിവസം, തണുപ്പ് നിറഞ്ഞ നവംബറിൽ തൻ്റെ ആരാധകരെ ദുഃഖത്തിൻ്റെ അഗാധതയിലേക്ക് തള്ളിവിട്ട് വെള്ളിത്തിരയിലെ വേഗതയുടെ രാജകുമാരൻ അതിവേഗം യാത്രയായി. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളാണ് പോൾ വാക്കർ എന്ന അമേരിക്കൻ നടന് ലോകത്താകമാനം ആരാധകരെ സൃഷ്ടിച്ചത്. അത് താരപ്രഭയിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞ ആരാധനയല്ലായിരുന്നു. നടനെന്നതിലുപരി ഒരു സാധാരണ മനുഷ്യൻ നേടിയെടുത്ത ഇഷ്ടങ്ങളായിരുന്നു അത്. പതിവ് നായക സങ്കല്പം പോലെ അയാൾ മസിൽ പെരുപ്പിച്ച് നടന്നില്ല. വിവാദങ്ങളോടൊന്നും കൂട്ടുകൂടിയില്ല. പലപ്പോഴും ഗൗരവഭാവമായിരിക്കും. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല. എങ്കിലും നിഷ്കളങ്കമായ ചിരി ആ മുഖത്തെന്നും തെളിഞ്ഞു നിന്നു. പിച്ചവച്ച് നടക്കുന്ന കാലത്ത് പരസ്യത്തിൽ അഭിനയിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തിയതാണ് പോൾ വാക്കർ. ടെലിവിഷൻ ഷോയിലെത്തിയപ്പോൾ ആദ്യകാലത്ത് കോമഡി റോളുകളായിരുന്നു. 1986 പുറത്തിറങ്ങിയ ഹൊറർ കോമഡി ചിത്രം മോൺസ്റ്റർ ഇൻ ദ ക്ലോസറ്റിലൂടെ വെള്ളിത്തിരയിലേക്ക്. എങ്കിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന ചലച്ചിത്ര പരമ്പരയിലൂടെയാണ് ജനഹൃദയങ്ങളിലേക്ക് സ്ഥാനം പിടിച്ചത്. താരപ്രഭയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അഭിനയിച്ചു കിട്ടുന്ന തുകയിൽ വലിയൊരു ഭാഗം പാവപ്പെട്ടവർക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചു. റീച്ച് ഔട്ട് വേൾഡ് വൈഡ് എന്ന ജീവകാരുണ്യ സംഘടന രൂപപ്പെട്ടതും ആ സേവന സന്നദ്ധതയിൽ നിന്നുമായിരുന്നു. 2013 നവംബർ 30 ഫിലിപ്പീൻസ് ചുഴലിക്കാറ്റിന് ഇരയായവരെ സഹായിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പോൾ വാക്കർ. അതിവേഗ കാറുകളെ തൻ്റെ നിയന്ത്രണത്തിലാക്കിയ ആ നീലക്കണ്ണുള്ള വേഗതയുടെ രാജകുമാരൻ്റെ കാറ് അന്ന് അപകടത്തിൽപ്പെട്ടു. റോഡരികിലെ വിളക്കുകാലിൽ ഇടിച്ച കാർ കത്തിയമർന്നു. 40ാം വയസ്സിൽ വീണ്ടും ഒരു റൈഡിന് അവസരമൊരുക്കാതെ തന്നെ സ്നേഹിക്കുന്നവരെ കണ്ണീരിലഴ്ത്തി പോൾ വാക്കർ എന്നേക്കുമായി യാത്രയായി. ഫ്യൂരിയസ് 7 അഭിനയിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് പോൾ വാക്കർ മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിനോടുള്ള ആദരവായി ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ സീ യു അഗെയിൻ എന്ന ഗാനവും പിന്നീട് പുറത്തിറക്കിയിരുന്നു. ഒരു നാൾ വേഗത എന്നെ കൊലപ്പെടുത്തിയാൽ നിങ്ങൾ കരയരുത്, കാരണം ഞാനപ്പോൾ ചിരിക്കുകയായിരിക്കും. പോൾ വാക്കറിൻ്റെതാണോ എന്ന് ഉറപ്പില്ലെങ്കിലും ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ചേർത്ത് വച്ച് നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ട പോൾ വാക്കർ, വി മിസ് യു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.